ഡോക്ടർ അബ്ദുള്ള ബാസി, സൂംബ എന്നത് സർക്കാർ ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കുമ്പോൾ, സ്കൂളുകളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർക്കാർ ആഗ്രഹിച്ചത് ചെറുപ്പക്കാർ പലരും ഇപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും അവരുടെ അറ്റൻഷൻ പോകുന്നതും അവരുടെ വലിയ കനത്ത മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന നിലയിലാണ്. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ബഹുമാന്യനായ ഗോപികൃഷ്ണനോട്, താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ വലിയൊരു പ്രശ്നമായ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ട്. അത് നമ്മളെല്ലാവരും, ഗോപികൃഷ്ണനും ചാനലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെന്റും പ്രതിപക്ഷവും നമ്മളെല്ലാവരും ഒരുപോലെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത്. ആ ലഹരിക്ക് എങ്ങനെയാണ് ഒരു സൂംബ ഡാൻസ് കൊണ്ട് അത് എങ്ങനെയാണ് പരിഹാരമാവുക? നേരത്തെ കൊറോണക്ക് പാത്രമടിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പല ആളുകളും ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ടൂറ് പോകുമ്പോൾ ബസ്സിൽ അപകടം വരുമ്പോൾ അതിന് വൈറ്റ് കളർ അടിച്ചാൽ മതി, പെയിന്റ് അടിച്ചാൽ മതി എന്നുള്ള പരിഹാരം കൊണ്ടുവന്നു. അതുപോലെയുള്ള ഒരു പരിഹാരമായി സൂംബ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് പരിഹാരമാവുക? ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിന്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തൊട്ടടുത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ആ കിഡ്സിനെ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അബ്ദുള്ള ബാസി, ഞാൻ പറഞ്ഞോട്ടെ. ശരി, ഇവിടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെട്ടതുകൊണ്ടാണ് അത് മനസ്സിലാവാതെ പോയത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു വിഷയമുണ്ട്, ലഹരി എന്നുള്ളതാണ് വിഷയം. പ്രത്യേകിച്ചും കൗമാരക്കാർക്കിടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ ലഹരി എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനമാണ് ആവശ്യം. അതിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ മുതിർന്നവരുടെ ലഹരി പോലെയല്ല കുട്ടികളുടെ ലഹരിയെ കാണേണ്ടത്. മുതിർന്നവർക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ കള്ളുകുടിയന്മാരാകുന്നത്, എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്, അത് പലപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രെസ് റിലീഫ് എന്നുള്ളതാണ് മുതിർന്നവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ കുട്ടികൾക്ക് അത് പലപ്പോഴും പ്ലഷർ സീക്കിംഗ് കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. പ്ലഷർ സീക്കിംഗ് ആണ് പ്രശ്നം. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡോപ്പമിൻ കിട്ടുക, അതിലൂടെയാണ് ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ പ്ലഷർ സീക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഈ ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം ഒരിക്കലും തന്നെ ഒരു ഡാൻസ് കളിച്ചത് കൊണ്ട് ഇല്ലാതാവില്ല. ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. അതിന്റെ ഇടയിൽ ഇടപെടുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എൻ്റെ പോയിന്റുകളൊന്നും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത് ഇനി ശരിയാണ്, ഒരു മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ ഒരു ശാരീരികമായ വ്യായാമം എന്നുള്ളതിനൊന്നും ആരും എതിർക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ വ്യായാമം വേണം. നിങ്ങൾ കായികപരമായിട്ടുള്ള വ്യായാമത്തിനുള്ള പിരീഡുകളും അതിനു വേണ്ടിയുള്ള ടീച്ചർമാരെ നിശ്ചയിക്കുന്നിടത്തൊക്കെ ഗവൺമെന്റ് അമ്പേ പരാജയമാണ്. 500 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ഒരു PT സാറിനെ നിയമിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൃത്യമായ കായിക അഭ്യാസങ്ങളോ അല്ലെങ്കിൽ അവിടേക്കുള്ള അധ്യാപകരെ നിയമിക്കുന്നിടത്തൊക്കെ അമ്പേ പരാജയമായിട്ടുള്ള ഒരു സർക്കാർ അതിനു പകരം ഇങ്ങനെയുള്ള കുറച്ച് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ചോദിക്കും, എന്തുകൊണ്ട് സൂംബ ഡാൻസ് മാത്രം? താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, വ്യായാമം നമുക്കാക്കാം. വ്യായാമമാകട്ടെ, അതിനുള്ള കായിക അധ്യാപകരെ നിങ്ങൾ നിശ്ചയിക്കൂ. അതുപോലെ തന്നെ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ നിശ്ചയിക്കൂ. ഈ ലഹരി എന്തുകൊണ്ട് കൂടുതലായിട്ട് പോകുന്നു? അവിടെയാണ് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും സെലിബ്രേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണിത്. അത്രയും ആഴത്തിലുള്ള ഒരു വിഷയത്തിന് നിങ്ങൾ ഡാൻസ് കളിച്ച് കണ്ട് അതിന് പരിഹാരമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതാവോ? അത് ശരിയാണോ? അത് പരിഹാരമാണോ? ഏതുപോലെ നിങ്ങൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തിരിച്ചു ചോദ്യം വരും. ആ ചോദ്യം ചോദിക്കുമ്പോൾ അബ്ദുള്ള ബാസി,
ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ, സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? ഓക്കെ, സൂംബ എന്തുകൊണ്ട് സൂംബ മാത്രം, അത് താങ്കൾ പറയും. ഒരുപാട് സർക്കാരിന്റെ തീരുമാനമാണ്. സൂംബയാണ്, സൂംബ ഡാൻസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? മറ്റു ഡാൻസുകൾ പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? എന്തുകൊണ്ട് സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി, സൂംബ കളിച്ചാൽ എന്താണ് സൂംബ മാത്രം? അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? മറുപടി. പിന്നെ താങ്കൾ പറഞ്ഞു, ഒരു മിനിറ്റ്, പിന്നെ താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആധികാരിക പഠനം ഏതാണ്? എന്തിനാണ് താങ്കൾ സൂംബയെ മാത്രം എതിർക്കുന്നത്? എന്തിനാണ് സൂംബയെ മാത്രം എതിർക്കുന്നത്? രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് എന്തുകൊണ്ട് സൂംബ കളിച്ചുകൂടാ എന്നുള്ളതാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം, അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ജനാധിപത്യമാണ് ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം. അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. യെസ്, പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇത് സർക്കാരിന്റെ നിർബന്ധിത പരിപാടി, അതിനോടുള്ള ജനാധിപത്യ പരമായ പിന്നെ നിങ്ങളുടെ വിയോജിപ്പ്, അതൊന്നല്ല പ്രശ്നം. സൂംബ കളിച്ചാൽ എന്താണ് അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ ഏതൊരു കാര്യത്തിന്, ഇപ്പോ യോഗ എന്ന് പറയുന്നത് ഒരു വളരെ ബ്ലാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂംബ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി കളിക്കുക എന്നുള്ളതല്ല, അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു, യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലുണ്ട്, മതമില്ലാത്തവർ പോലുമുണ്ട്. അതുപോലെ സൂംബ എന്നുള്ളതിന്റെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ സൂംബയുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? സൂംബ കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചില പ്ലഷർ നേടുന്നതിലൂടെ, ഈ ഡോപ്പമിൻ റഷുകളിലൂടെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കൾച്ചറിനെയാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ കുറച്ചുകൂടി ഒരു ലോങ് ടേം പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് സീക്കിങ്ങിനെ വിശ്വസിക്കുന്ന അത്തരം ഒരു ലോക വീക്ഷണത്തെ അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അത് സംഗീതവും നൃത്തവും ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ഞാൻ താങ്കളോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല. അങ്ങനെ ഉണ്ട്. കാരണം അത് ഇവിടെ ഉണ്ടായതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതിന് വൈദ്യശാസ്ത്രപരമായി അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അങ്ങനെ സൂംബ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഇല്ലാതാകുന്നത്? എന്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക് അതിന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനോട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പിന്നെ നേരത്തെ താങ്കൾ ചോദിച്ചു, പക്ഷേ അതിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്, ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അപ്പൊ അതാണോ നിങ്ങളുടെ പ്രശ്നം? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അല്പവസ്ത്രം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ പറഞ്ഞല്ലോ, വസ്ത്രത്തിന്റെ വിഷയം പറഞ്ഞു, വസ്ത്രവും ഇടകലരും അതെല്ലാം വിഷയം തന്നെയാണ്. അത് മാത്രമല്ല വിഷയം. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കോർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. സൊല്യൂഷൻ ആണെങ്കിലല്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ കഥകളി കളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അസംബന്ധം എന്ന് പറയും, അതേപോലെ കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്. താങ്കളുടെ കമ്പാരിസൺ ആണ് അസംബന്ധം എന്ന് പറഞ്ഞത്. കഥകളി കളിക്കുന്നതിനെ കുറിച്ചല്ല അസംബന്ധം എന്ന് പറഞ്ഞത്. താങ്കൾ അതിനെ താരതമ്യം ചെയ്ത രീതിയാണ് അസംബന്ധം. താങ്കളുടെ സമീപനത്തിലാണ് ഞാൻ അസംബന്ധം എന്ന് പറഞ്ഞത്. നമ്പർ 1. നമ്പർ 2 ഒരു മിനിറ്റ് ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന നിലയിലല്ല സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത്.
ലഹരിക്കെതിരെ നടത്തുന്ന പല വിധത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ മാനസികോല്ലാസം ഉണ്ടാക്കാൻ പഠനങ്ങളുടെ നിന്നും മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളിലും അവർ അനുഭവിക്കുന്ന ഈ സമ്മർദ്ദമുണ്ടെങ്കിൽ, മാനസികമോ ശാരീരികവുമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ലൈറ്റർ വേയിലുള്ള പരിഹാരം എന്ന നിലയിലാണ്, പരിഹാരങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ്. അല്ലാതെ ഈ സൂംബ കളിച്ചവരൊക്കെ ലഹരി വിമുക്തരാകും എന്ന് പറഞ്ഞിട്ടല്ല സർക്കാർ ഈ സംവിധാനത്തെ ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ എതിർക്കുന്നത് മറ്റു പല കാരണങ്ങളും പറഞ്ഞാണ്. യെസ്, അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ആ പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ ആവണം എന്ന് മാത്രമല്ല, അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് വിയോജിക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞു വസ്ത്രം പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് പറഞ്ഞു, അതുപോലെ തന്നെ ഇടകലര പറഞ്ഞു, ഇതിനോടൊക്കെ വിയോജിക്കാം. ഇതൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ താങ്കൾ ഇരുത്തി വെച്ച് ഈ ചർച്ച നമ്മൾ ചെയ്യുന്നത്. അതെ, ഞങ്ങളത് പറയും. അത് പറയുമ്പോഴേക്ക് അത് തീവ്രവാദമാണെന്ന് ആരും പറയും. അത് ഡിവൈഎഫ്ഐയുടെ നേതാവൊക്കെ അത് പറഞ്ഞതെങ്കിൽ അതൊക്കെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ഏത് ചാപ്പെട്ടാലും ശരി അത് പറയുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരമാവുന്നേ ഇല്ല. എൻജോയ്മെന്റ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നല്ല. സയൻസ് ന്യൂറോ സയൻസ് കാര്യങ്ങൾ. ഈ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താ പറയുക, സ്വിച്ച് ഇട്ട പോലെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ഉള്ള അതിന് എന്ത് പരിഹാരം ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ഏത് കോർ പ്രോബ്ലം? ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത്? ഡോക്ടർ അബ്ദുള്ള ബാസി, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുത്. ഇവിടെ എന്താണ് സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം, ന്യായം എന്താണ്? കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന ലഹരിയുടെ അടിമയാകുന്നതോ ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നതോ അതിന് മാനസികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാകാം, കുട്ടികൾക്ക് മറ്റ് വിനോദ ഉപാധികൾ ഇല്ലാതെ പോകുന്നതാകാം. അങ്ങനെ പല സാമൂഹികവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള പല സമ്മർദ്ദങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു ലൈറ്റർ വേയിൽ അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം, അതുകൊണ്ട് ഇതൊരു നല്ല സംവിധാനമാണ് എന്ന നിലയിൽ അവർ പറയുന്നു. സൂംബ ഡാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയാണ് പറഞ്ഞത്. ഒന്നാമത് ഇവിടെ ഈ സ്ട്രെസ് എന്നുള്ളതല്ല, കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ സീക്കിംഗ് ആണ്. ഇത് താങ്കൾ അതിന്റെ ശാസ്ത്രീയ വശം ചോദിച്ചു, എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഏത് ന്യൂറോ സയൻസിന്റെ ബേസിക്സ് അറിയുന്ന, അതിന് പേപ്പറുകൾ വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഏത് ന്യൂറോ തെറ്റായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത് പ്ലഷർ സീക്കിംഗ് മാത്രമാണെന്ന് ഏത് ആധികാരിക പഠനമാണ് തെളിയിച്ചത്? ന്യൂറോ സയൻസിൽ പറഞ്ഞ താങ്കൾ ഡോപാമിൻ ഉണ്ടാകുന്നതും പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഡോക്ടർ അബ്ദുള്ള ബാസി, പ്ലഷർ സീക്കിംഗ് ഈസ് എ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് അതൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇതിനുള്ള കാരണമെന്ന് ആധികാരികമായി തെളിയിച്ചിട്ടുള്ള പഠനം ഏതാണ്? യു ടെൽ മീ. യെസ്, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ലഹരിയിലേക്ക് പോകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ്. മനുഷ്യന്റെ ടെൻഡൻസി എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനാണ്. അവിടെ ലഹരി എന്ന് പറയുന്നതിനെ മറ്റൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് അത് പരിഹാരമാവില്ല എന്നുള്ളതും താങ്കൾ അവിടെ ചോദിച്ചു. പിന്നെ പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട് നടക്കുന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇത് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ സ്വിച്ചിടൽ മാതിരി എവിടെയെങ്കിലും വാർത്തയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിവാദം ഉണ്ടാക്കാനോ ഒക്കെ സൂംബ കളിപ്പിച്ചത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമാവില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് പരിഹാരമാവില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് ആഴത്തിലുള്ള അവരുടെ ലോകവീക്ഷണം, അതുപോലെ തന്നെ അവർക്ക് പിന്നെ കൊടുക്കുന്ന സ്ട്രെസ്. താങ്കൾ എന്താണ് ഡോക്ടർ അബ്ദുള്ള ബാസി പറഞ്ഞത്? അതായത് കുട്ടികൾ സ്കൂളുകളിൽ സൂംബ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂംബ അവരുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ലഹരി ഉപയോഗം കേരളത്തിൽ ഉണ്ടാകില്ല, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ സർക്കാർ പറഞ്ഞത്? താങ്കൾ അങ്ങനെ സർക്കാർ പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞത് എന്താണ്? സർക്കാർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം ഇതിലെ കൾച്ചറൽ എലമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഉള്ള ഈ നൃത്ത വ്യായാമ മുറയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം അടിസ്ഥാനപരമായി? പിന്നെ നിങ്ങൾ അതിന് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയ കേരളത്തിൽ ഒരു പ്രശ്നം പറയൂ. കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയോ? കേരളത്തിലെ പിന്നെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടായോ? കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായോ? ഇവിടെ ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഒരു പ്രശ്നം താങ്കൾ പറയൂ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം ഈ നൃത്ത പരിപാടി, ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അത് പറയണം. യു കോൾ എ സ്പേഡ്. അങ്ങനെ പറയൂ. അങ്ങനെ പറയാതെ പകരം നിങ്ങൾ വളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്?
ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. ഇതിലെ പ്രശ്നം ഇതാണ്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമത്തത് കൾച്ചറൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുള്ള ഞാൻ തന്നെയല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ തന്നെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തത് കോർ പ്രോബ്ലത്തിന് പരിഹാരമാവുന്നില്ല എന്നുള്ള ഞാൻ പറഞ്ഞു. അവിടെ കോർ പ്രോബ്ലത്തിന് പരിഹാരമാവുന്നില്ല പറഞ്ഞാൽ പിന്നെ പരിഹരിച്ച ഏത് പ്രശ്നമുള്ളത്? പൂർണ്ണമായും പരിഹരിച്ച പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അതിനുള്ള പരിഹാരമായിരിക്കണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പിന്നെ എന്തുണ്ട്, പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നാളെ എന്തെങ്കിലും ചില വ്യായാമങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതെങ്ങനെ പരിഹാരമാവാം. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പിന്നാലെ പോയി ലഹരിയിൽ മുങ്ങുന്ന കൗമാരത്തിന് ഒരിക്കലും മറ്റൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ രൂപമായിട്ടുള്ള ഏതെങ്കിലും ഡാൻസ് രൂപം കൊടുത്തത് കൊണ്ട് അത് പരിഹാരമാവില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും വ്യായാമങ്ങളാവാം. വ്യായാമങ്ങൾക്ക് ഞങ്ങളും അത് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെയുള്ള കായിക പിരീഡുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കുന്നില്ല. അത്തരത്തിലുള്ള പരിഹാരങ്ങളിലേക്ക് പോകൂ. കായികമായിട്ടുള്ള പിന്നെ അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ കൊടുത്താൽ നാളെ മുതൽ എല്ലാവരും ലഹരി വിമുക്തമാവും നമ്മൾ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപന നിയമനങ്ങൾ പോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യൂ. അത് ചെയ്യാതെ വെറും തൊളിപ്പുറത്തുള്ള, അതുപോലെ തന്നെ കൾച്ചറലി പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുള്ള സൂംബ പോലെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോട് എതിർപ്പ് വരും. എതിർപ്പ് ഞങ്ങൾ പറയും. ആ പറയുന്നതിന് ഞങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. എല്ലാറ്റിനും ഉപരി ഇത് ജനാധിപത്യപരമായി ഇമ്പോസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സൂംബ മാത്രം എന്നുള്ള ചോദ്യം അത് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ. എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളിച്ചോളൂ. കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുട്ബോൾ കളിച്ചോളൂ, അല്ലെങ്കിൽ സൂംബ താല്പര്യമുള്ളവർ അത് കളിച്ചോളൂ എന്ന് പറയാൻ ഈ ചർച്ചയിൽ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് ജനാധിപത്യപരമായി ഈ കാര്യങ്ങളിൽ ഒരു ചർച്ച ആവശ്യമാണ്. ആ ചർച്ചകളിലൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വേണം ഒരു കാര്യം നടപ്പാക്കാൻ. ആ പോയിന്റ് ഞാൻ അഗ്രി വിത്ത് യു. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ട് സൂംബ എന്ന് പറഞ്ഞാൽ സൂംബ ഇത് രണ്ടും കലർന്നിട്ടുള്ള ഒരു വ്യായാമ മുറയാണ്. ഇപ്പോൾ MEC7 എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടായപ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ അവർ നേരിട്ടു, ഏതൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ടു. എന്നിട്ട് MEC7 അവർ പറഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശം ഇത്തരത്തിൽ, അതായത് ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്ന ആളുകൾക്ക്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവർക്ക് വ്യായാമത്തിലൂടെ അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരു വഴി, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു കൂട്ടായ്മയാണ് എന്ന്. അപ്പോൾ അവർ അതിന് ഒരു വിശദീകരണം നൽകുന്നു. എൻ്റെ ചോദ്യം ഡോക്ടർ അബ്ദുള്ള ബാസി, ഇത് സൂംബ വേണ്ട, ശരി, പകരം നിങ്ങൾ മറ്റൊരു ഇതേപോലെ ഒരു രൂപം പറയൂ. ഇപ്പോൾ ഏതെങ്കിലും നൃത്തരൂപം പറ്റില്ലല്ലോ. അപ്പോൾ കഥകളി കളിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് കുറയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയൂ, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? അതിനുള്ള നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നൃത്തം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കായിക അധ്വാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കായിക അധ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇമ്പോസിംഗ് ആണ്. അത് എന്തുകൊണ്ട് ഒരുപാട് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അതിന് ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ ഞങ്ങളിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനോട് വിയോജിപ്പുള്ള എല്ലാവരും. ജനാധിപത്യ രാഷ്ട്രത്തിൽ വിയോജിപ്പും യോജിപ്പും ഉണ്ടാവും. യോജിപ്പുള്ള എല്ലാവരും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിയോജിപ്പുള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ വിയോജിപ്പുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം. ഇതാണ് നിങ്ങളുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ, അല്ലേ? അതെ, തീർച്ചയായും. അതായത് സൂംബ കളിക്കുന്നവർ കളിക്കട്ടെ. അതായത് അതൊരു ഓപ്ഷൻ ആകണം, അതല്ലേ ഡോക്ടർ അബ്ദുള്ള ബാസി? അതൊരു ജനാധിപത്യ രാജ്യത്ത് അതാണ് വേണ്ടത്. അതൊരു ഓപ്ഷൻ ആയിരിക്കണം, അല്ലേ? ഒരു പോയിന്റ് ഓപ്ഷൻ മാത്രമല്ല, അതായത് അത് നടപ്പിലാക്കുമ്പോൾ ജനാധിപത്യം വേണമായിരുന്നു. ഇത് നടപ്പിലാക്കുമ്പോൾ മേലെന്ന് താഴോട്ട് ഇങ്ങനെ ഏതോ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റിൽ നടത്തുന്നത് അല്ല. പോട്ടെ, അത് അങ്ങനെ നടപ്പാക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിച്ചാൽ പോരെ? അത് വേണമെന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു അധ്യാപകനാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എടുത്തില്ല? എന്തുകൊണ്ട് ജനകീയ ചർച്ചകൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കാം. അതായത് സൂംബ ഡാൻസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത അധ്യാപകർക്ക് മാറി നിൽക്കാം, പോരെ? ശരിയായോ? ഞാൻ പറയുന്നത് അത് ചർച്ചകൾ വേണമായിരുന്നു. അങ്ങനെ ജനകീയ ചർച്ചകൾ ഒന്നുമില്ലാതെ, നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ചെയ്ത മാതിരി ഒരു ചർച്ചകളോ ഒരു കാര്യമില്ലാതെ ചർച്ചകളെ മൊത്തത്തിൽ മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിയോജിപ്പുകളെ ഒന്നും എടുക്കാതെ ചെയ്യുന്നത് ഒരിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ രീതിയുടെ ഒരു കാര്യമല്ല. മറിച്ച് ഇത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള അതിലൂടെ ഒരു മിനിറ്റ്, ഇതിൽ ഈ ജനാധിപത്യ രീതിയെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ അറിയാമോ ഡോക്ടർ അബ്ദുള്ള ബാസി? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ രൂപപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അതിൽ തർക്കമില്ലല്ലോ. ഇതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണല്ലോ, ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ സർക്കാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനങ്ങളുടെ വോട്ട് നേടിയെടുത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ്. ബേസിക്കലി ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക്. ഇനി രണ്ടാമത്തെ, ഒരു മിനിറ്റ് ഡോക്ടർ അബ്ദുള്ള ബാസി, 1 സെക്കൻഡ് നോക്കൂ ഡോക്ടർ അബ്ദുള്ള ബാസി. അപ്പോൾ അത് അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഇത്തരം തീരുമാനം, ഇനി താങ്കൾ പറഞ്ഞത് വിയോജിക്കാനുള്ള നമ്മളുടെ റൈറ്റ്,
ദ റൈറ്റ് ടു ഡിസെന്റ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. ഞാൻ ആ കാര്യത്തിൽ താങ്കളുടെ കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള അബ്ബാസി ഇങ്ങനെ പറയുകയാണ്, സർക്കാർ ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു, ഗവൺമെന്റ് സ്കൂളുകളിൽ ഞങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, അതിൽ വിയോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൽ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം. ഇസ് ദാറ്റ് നോട്ട് ഇനഫ്? യെസ്, അവിടെയാണ് താങ്കൾ പറഞ്ഞു ജനാധിപത്യപരമായി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. താങ്കൾക്ക് ഇപ്പോൾ ഇവിടെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു പഠനം മതിയാവും. കാരണം ഇവിടെ പലപ്പോഴും ജനകീയ ചർച്ചകളിലൂടെയാണ് പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ, അവിടെ അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കുട്ടികളുടെയൊക്കെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തിട്ടാണ് പരിഷ്കാരം കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റെടുത്താൽ പിന്നെ 5 വർഷം അവർ അങ്ങോട്ട് ഭരിക്കുക, അങ്ങനെയല്ല സംഭവിക്കുക. അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട്, വിയോജിപ്പുകൾ എടുത്തുകൊണ്ടാണ് ഏതൊരു പരിഷ്കാരം കൊണ്ടുവരിക. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ നേരെ മുകളിൽ നിന്ന് അതങ്ങോട്ട് ഇമ്പോസ് ചെയ്യുകയും എന്നിട്ട് എതിർക്കുന്ന ആളുകളെ, നേരത്തെ ഡിവൈഎഫ്ഐന്റെ നേതാവൊക്കെ വിളിച്ച മാതിരി ഒരു പഠനവും ഇല്ലാതെ അതെന്താണ് വിഷയം എന്ന് പോലും നോക്കാതെ നേരെ തീവ്രവാദികൾ. ഇതാണ് പ്രശ്നം. ഇത് ഒരു വിഷയം അങ്ങനെ ആ തരത്തിലുള്ള പ്രയോഗമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല കേട്ടോ. അല്ല, താങ്കൾ നടത്തിയെന്നല്ല, ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള വി വസീഫ് ഈ വിഷയം ഉണ്ടായി, അത് എന്താണ് പോസ്റ്റ് എന്നോ എന്താണ് വിഷയം എന്നോ നോക്കാതെ നേരെ അങ്ങോട്ട് തീവ്രവാദിയാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കത് എതിർക്കാനുള്ള അവകാശമുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കൾച്ചറലി അതിനോട്, അതിന്റെ ഡ്രസ്സിംഗ് ആവട്ടെ, അതിന്റെ മിക്സിംഗ് ആവട്ടെ, അതിന്റെ മ്യൂസിക് ആവട്ടെ, അത് ഏത് കാര്യമാവട്ടെ, താങ്കൾക്ക് അതിനോട് യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവാം. ഞങ്ങൾക്ക് അതിനോട് കൾച്ചറലി വിയോജിച്ച് നിൽക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ ഉള്ളയിടത്തോളം കാലം അത് എതിർക്കുന്ന ആളുകളെ മൊത്തം തീവ്രവാദികളാക്കുക, അവരുടെ പിന്നിൽ തീവ്രവാദികളാണ്, അവരുടെ പിന്നിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല. ഡോക്ടർ അബ്ദുള്ള അബ്ബാസി, ഞാൻ അടിയന്തരം ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് എനിക്കറിയേണ്ട ഒരു ഒറ്റ കാര്യം, അതായത് താല്പര്യമില്ലാത്തവരെ മാറ്റി നിർത്താനുള്ള ഒരു പഴുതുകൂടി ഉണ്ടാകണം ഇത് നിർബന്ധപൂർവ്വം നടപ്പാക്കുമ്പോൾ. ഡോക്ടർ അബ്ദുള്ള അബ്ബാസിയുടെ നിലപാടായോ? ഇല്ല, മാത്രമല്ല അത് ജനാധിപത്യപരമായി ജനകീയ ചർച്ചകളിലൂടെയാണ് വരേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്താലാണ് ഞങ്ങളുടെ നിലപാട്. ശരി.